ഹലോ, നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഞാൻ ഇന്നിവിടെ പറയാൻ വന്നിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഇവളിന്ന് എന്ത് ഉടായ്പ് കണ്ടന്റുമായിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് വീഡിയോ ആയിരിക്കും ഇവളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാൻ. നിങ്ങളൊക്കെ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ? നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളാണല്ലേ സ്വപ്നങ്ങൾ. ഞാൻ ഡെയിലി സ്വപ്നം കാണുന്ന ആളായിരുന്നു കേട്ടോ. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഡെയിലി ഓരോ പറക്കുന്നതായിട്ടും നീന്തുന്നതായിട്ടും ഒക്കെ ഭയങ്കര വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്നും രാവിലെ എണീറ്റിട്ട് അമ്മയോട് എന്നിട്ട് പറയും, അമ്മയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, ഞാൻ പറക്കുന്നതായിട്ട് കണ്ടു, അതെന്താ അങ്ങനെ കണ്ടേ, ഞാൻ നീന്തുന്നതായിട്ട് കണ്ടു. അമ്മയ്ക്ക് എന്നും എൻ്റെ സ്വപ്നം കേൾക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എണ്ണീറ്റ് വരുമ്പോഴേ അമ്മയ്ക്കറിയാം ഞാൻ എന്തോ ഉണ്ടായപ്പോൾ സ്വപ്നമായിട്ടാണ് വരുന്നത്. അപ്പോൾ അമ്മ രാവിലെ എണീക്കുമ്പോൾ പറയും, ഇന്നെന്ത് സ്വപ്നം കണ്ടെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഡെയിലി അങ്ങനെ ഇപ്പം ഞാൻ സ്വപ്നങ്ങൾ കാണാറില്ല, എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വപ്നങ്ങൾ കാണും. പക്ഷെ അത് ഇതുപോലെ തന്നെ വെറൈറ്റി സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതശൈലിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ സ്വപ്നങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ ബോധമില്ലാതെ ഉറങ്ങുന്ന സമയത്തായിരിക്കും കൂടുതൽ ഈ സ്വപ്നങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മനുഷ്യൻ മാത്രമേ സ്വപ്നങ്ങൾ കാണാറുള്ളെന്ന്? മനുഷ്യൻ മാത്രമല്ല കേട്ടോ സ്വപ്നങ്ങൾ കാണുന്നത്, മൃഗങ്ങളും പക്ഷികളും എല്ലാം സ്വപ്നം കാണാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള സിഗ്നലുകളാണോ സ്വപ്നങ്ങൾ? നമ്മുടെ പണ്ട് കാലത്തെ മനുഷ്യന്മാരുണ്ടല്ലോ സ്വപ്നങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിരുന്നു കേട്ടോ. ചിലർ വിശ്വസിച്ചിരുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ചില കോൺവെർസേഷൻസ് ആണ് ഈ സ്വപ്നങ്ങളെന്നാണ് വിശ്വസിച്ചത്. സത്യം പറയാമല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇവൾ എന്തിനാണ് സ്വപ്നത്തെ പറ്റി ഇതിന് മാത്രം വാചാലയാകുന്നത്? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? ഉള്ള കാര്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. നെഗറ്റീവ് എനർജിയാണ് ലോകം ഭരിക്കുന്നതെന്നും വളരെ വിചിത്രമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു അതിനകത്തുള്ളത്. വളരെ ഭയാനകവും പേടിപ്പിക്കുന്ന രീതിയിലുമുള്ള കുറേ ചിത്രങ്ങൾ. സോഷ്യൽ മീഡിയ തൊട്ട് ഭൂമി മുഴുവൻ അവരുടെ കൈകളിലാണെന്നും ഒക്കെയാണ് അതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം, ഞാൻ ഭയന്ന് പെട്ടെന്ന് ഞെട്ടി എണീറ്റു. പുതപ്പെടുത്ത് വലിച്ച് തല വരെ മൂടി. പെട്ടെന്ന് എനിക്കൊരു ചിന്ത, ടൈം എത്രയായെന്ന് നോക്കാം, നേരം വെളുത്തോ? പുറത്തോട്ട് നോക്കിയിട്ട് നല്ല ഇരുട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് ടൈം നോക്കിയപ്പോൾ 2:57, അതായത് 3 മണിയാകുന്നു. ആ സ്വപ്നത്തിൽ കണ്ടത് ലോകം മൊത്തം നശിച്ചു, നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ചിത്രമാണ് എനിക്കതിൽ കിട്ടിയത്. എന്നാണേലും കൊള്ളാം, നല്ല പേടിയുള്ള ഒരാളാണ് ഞാൻ. നന്നേ പേടിച്ചത് കൊണ്ട് പിന്നെ എനിക്ക് ഉറക്കവും വന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതിൽ അതിലൊക്കെ കണ്ടിട്ടുണ്ട് 3 മണി എന്ന് പറയുന്ന ഒരു ടൈം ഒരുപാട് പ്രത്യേകതയുള്ള ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന്. അത് എൻ്റെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആ കറക്റ്റ് സമയത്ത് ഞാൻ ഈ സ്വപ്നം കണ്ട് എണീക്കാനും ആ സ്വപ്നത്തിൽ ഇങ്ങനെ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കണ്ടതെന്നു. പക്ഷെ എങ്ങനെ എൻ്റെ ഉപബോധ മനസ്സിൽ ആ സമയം കടന്നിട്ട് അലാറം പോലും വെക്കാതെ എങ്ങനെ ആ ടൈം ഞാൻ എണീറ്റു? എന്താണേലും എനിക്ക് പിന്നെ ഉറക്കവും വന്നില്ല. ഇങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള ഭയാനകവും പേടിപ്പിക്കുന്നതുമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ ഓർത്ത്, ഏതായാലും സ്വപ്നത്തിൽ അങ്ങനെ കണ്ടതല്ലേ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ഏതായാലും എണ്ണീറ്റിരുന്ന് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ എന്താണേലും രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞപ്പോൾ ഓർത്തു ഒരു വീഡിയോ ചെയ്യണമെന്ന്. എന്താണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? ഞാൻ മുൻപേ വീഡിയോസിൽ കണ്ടതുപോലെ ആ 3 മണിക്ക് എണ്ണീറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ വീഡിയോസിൽ വ്യക്തമാക്കിയതുപോലെ എങ്ങനെയാ അലാറം പോലും വെക്കാതെ ഞാൻ 3 മണിക്ക് എണ്ണീറ്റു? പൊതുവെ രാവിലെ പോലും എണീക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയുള്ള ഓരോ സ്വപ്നങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ പല സ്വപ്നങ്ങളും നടന്നിട്ടുമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ വെറും തോന്നലാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ സ്വപ്നം കാണുന്നവരല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നത്തെപ്പറ്റി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യണം. ഇനി എൻ്റെ ഈ ഡൗട്ട്, എനിക്കിതേപ്പറ്റി ആധികാരികമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വപ്നത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നോട് സംസാരിക്കാനുള്ളത്? അതൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ.